കില്ലാടികളെ ഞാനൊരു കേരളത്തെ ഒരു അവസ്ഥ പറയാൻ വേണ്ടി വന്നണ്ട. സത്യം പറഞ്ഞ കേരളത്തെ അവസ്ഥ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും കേരളം മുന്നിലാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ട്, പക്ഷെ പല കാര്യങ്ങളും മുന്നിലാണെങ്കിലല്ല, അത് വേറെ പല കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലെ നടന്നാന്ന് തോന്നുന്നു, ഇല്ലാത്ത സംഭവം ഇന്നലെ മുന്നേറ്റ് നടന്നാന്ന് തോന്നുന്നു. വിളപ്പിൽശാല എന്ന് പറയുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വിളപ്പിൽശാലയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അത് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ചികിത്സയില്ലാത്ത ഒരു രോഗി മരിച്ചിരിക്കാനില്ല. എന്താ വെച്ചാൽ അതിന്റെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ചികിത്സ തരാൻ വേണ്ടി രാത്രി പോവാണ്. അവിടെ എന്താ വെച്ചാൽ നമ്മൾ നോർമലി ഒരു വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കിടക്കണം, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പെട്ടെന്ന് അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. എന്താ വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ അവിടെ പറഞ്ഞാൽ പാലക്കാട് ജില്ലാ ആശുപത്രി ഉണ്ട്, നമ്മൾ അവിടെ കൊണ്ടുപോകും. പക്ഷെ അവിടെ ഡ്യൂട്ടി ഡോക്ടർ എന്നൊരു ഡോക്ടർ ഉണ്ടാവും കിടല്ലേ. ഇവിടെ പോകുന്ന സമയത്ത് ഡോക്ടർ ഇല്ല, അവിടെ ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ ലഭിക്കാതെ മരിച്ചിരിക്കാനില്ലല്ലേ. സത്യം പറഞ്ഞാൽ ഒരു ദയനീയ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ കേരളം ഹെൽത്ത് പരമായിട്ടൊക്കെ ആരോഗ്യപരമായിട്ടൊക്കെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് വെച്ച് എല്ലാവരും മുന്നിലല്ല, സത്യം പറഞ്ഞാൽ പുറകോട്ടാണ്, എത്രയോ പുറകോട്ടാണ്. നമ്മൾ പലരും പറയുന്നുണ്ട് കേരളം അതാണ്, കേരളം ഇതാണ്, കേരളം സൂപ്പറാണ്, എല്ലാം കേരളം ഒന്നാണ്, എല്ലാത്തിലും ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ഒന്നല്ല, പുറകെ തന്നെയാണ്. ഒരു രോഗി ഒരു മനുഷ്യനായിട്ട് മരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് ഇന്നലെ കണ്ടില്ല. പക്ഷേ എന്താ വെച്ചാൽ ഇന്നലെ കുറച്ച് തിരക്കായ കാരണം, കല്യാണം കാര്യങ്ങളൊക്കെ തിരക്കായ കാരണം ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നതാണ്. സോ അതെന്ന് വെച്ചാൽ ഇന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചാനൽ വെച്ച് കൊണ്ടുപോകണോണ്ട് നല്ല ഇതില്ല. നമ്മൾ ഇത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചാനൽ കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും ആ ന്യൂസ് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യില്ല, ഒരു മിനിറ്റ് ന്യൂസ് ഉണ്ട്, അത് പ്ലേ ചെയ്തിട്ട് ബാക്കി പറയട്ടാ. വിളപ്പിശാല സർക്കാർ ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലങ്കോണം സ്വദേശി ബിസ്മിൻ ചികിത്സയ്ക്കായി കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിളപ്പിശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗുരുതര സാഹചര്യത്തിൽ എത്തിച്ച രോഗിക്ക് ചികിത്സ കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കൊല്ലംകോണം സ്വദേശിയ ബിസ്മിനെ കടുത്ത ശ്വാസമുട്ടലിനെ തുടർന്ന് വിളപ്പിൽശാലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഭാര്യ ജാസ്മിനാണ് ബിസ്മിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചതിനും ശേഷമാണ് ഡോക്ടർ പുറത്തേക്ക് വന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ലെന്നാണ് ബിസ്മിന്റെ ഭാര്യ ജാസ്മിന്റെ പരാതി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ബിസ്മിൻ മരിച്ചു. ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് CPR കൊടുക്കാൻ എൻ്റെ പെങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു. ഇവർ CPR കൊടുത്തിട്ടില്ല. ഒരു എമർജൻസി ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ചെയ്തിട്ടാണോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അകത്ത് എൻ്റർ ചെയ്യുന്നത്. ബിസ്മിൻ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഭാര്യ ജാസ്മിൻ സഹായത്തിനായി പരിഭ്രാന്തിയാകുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബിസ്മിന്റെ കുടുംബം DMOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്ര അധികൃതർ പറയുന്നത്. ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിരുന്നുവെന്നും നെബുലൈസേഷനും മരുന്നും നൽകിയിരുന്നുവെന്നുമാണ് വിശദീകരണം. ഹൃദയ സംബന്ധമായ രോഗത്തിന് ബിസ്മിൻ ചികിത്സയിലായിരുന്നു. മുൻപും ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 37 വയസ്സായിരുന്നു ബിസ്മിന്. 11ഉം 5ഉം വയസ്സുള്ള 2 മക്കൾ. അപ്പോൾ അതാണ് കില്ലാടല്ലേ, കണ്ടില്ലേ? സംഭവിച്ചു കഴിഞ്ഞാൽ CCTV നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരൻ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുകയാണ് രാത്രി. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നോർമൽ ആശുപത്രി നമുക്ക് ആശ്രയം കില്ലാടല്ലോ. എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു തലവേദന വരില്ല, ഒന്നും വേണ്ട, പെട്ടെന്ന് മയങ്ങന്നെ ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നോർമലായിട്ട്. അപ്പൊ അവരും അതന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആരും വാതിലൊക്കെ അടിച്ചിരിക്കുന്നു, കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. എന്തെന്ന് വെച്ചാൽ വിളിക്കുമ്പോൾ കേൾക്കില്ല കിടല. എന്തിനാണ് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എന്നാണ് എന്റെ ചോദ്യം. ഇതൊന്നും മറ്റേ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ അവിടെ വേറെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും പേരുണ്ടില്ലേ, വല്ല കാര്യം. അതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. സത്യം പറയല്ലോ, ഈ അനാസ്ഥകളെ ഗവൺമെന്റിന്റെ മൂലം തന്നെയാണ് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ ഉണ്ടാവും. സീരിയസ്ലി ഇടാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നോർമലി ഇപ്പൊ ഗവൺമെന്റ് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അനാസ്ഥ മൂലം എന്ന് വെച്ചാൽ രാത്രി ഡ്യൂട്ടി ഡോക്ടർ എന്നൊരു സംഭവം അവിടെ വേണമായിരുന്നു. മനസ്സിലായില്ലേ? ഡ്യൂട്ടി ഡോക്ടർ അവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു പുള്ളിക്കാരനെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതുപോലത്തെ ഗവൺമെന്റ് ആരോഗ്യപരമായി മുന്നിലാണ്, ആരോഗ്യസ്ഥിതിയിൽ ഹെൽത്തിലൊക്കെ മുന്നിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് മുന്നിലാവണമെങ്കിൽ നമ്മളിത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചേ പറ്റൂ. പല മരുന്നുകളും നമ്മുടെ ഇല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, നമുക്ക് മെഡിസിൻ പറ്റി. പക്ഷേ ഇതൊക്കെ ഒന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരിക്കലുള്ളേ. അപ്പോൾ എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക, അതേ പറയുന്നുള്ളൂ. മാക്സിമം എന്താ വെച്ചാൽ നമ്മുടെ ഹെൽത്തിനെ നമുക്ക് വലുതിടല്ലേ. അപ്പോൾ സോ നമ്മളെന്ന് വെച്ചാൽ അവിടെ ഇല്ലെങ്കിൽ വേറെ പ്രൈവറ്റിൽ പോവുക. എന്ന് വെച്ചാൽ പൈസ എത്രയായാലും കുഴപ്പമില്ല, നമ്മുടെ ആരോഗ്യം നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവനാണ് വലുത്. മനസ്സിലായില്ലേ? അതിപ്പോൾ ഇവിടെ ചികിത്സ കിട്ടിയെങ്കിൽ നമ്മൾ വേറെ കൊണ്ടുതന്നെ വേണം. എന്ന് വെച്ചാൽ നമ്മൾ പൈസ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് അവിടെ ഡോക്ടർ ഇല്ലാത്തത് വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് ശ്രദ്ധിച്ചേ പറ്റുമെന്ന് നമുക്കും പറയാനുള്ളൂ കേട്ടല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക.